നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അധികാരത്തിൽ ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ യോഗി യുഗത്തിന് തുടക്കം കുറിച്ച് ആദിത്യനാഥ് മന്ത്രിസഭ അധികാരത്തിൽ. 2 ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ 50 പേരടങ്ങുന്ന മന്ത്രിസഭയിൽ 6 വനിതാ അംഗങ്ങൾ. ക്യാബിനറ്റ് പദവി 22 പേർക്ക്. ലക്നൌവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് BJPയിലെത്തിയ റീത്ത ബഹുഗുണ ജോഷിക്ക് ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിപദം. നേരത്തെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്ന റീത്ത BJPയിലെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ. ഇത്തവണത്തെ ജയം ലക്നൌ കന്റോൺമെന്റ് മണ്ഡലത്തിൽ നിന്ന്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിൽ വിവാദ നായകനും ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി പദം വഴിതുറക്കുന്നത് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക്. 312 MLA-മാർ ഉണ്ടായിട്ടും അവരിൽ ഒരാളെ മുഖ്യനാക്കാൻ കഴിയാത്തത് BJPയുടെ പരാജയമെന്ന് വിമർശകർ. പാർട്ടിയുടെ വർഗീയ മുഖം വെളിച്ചത്തായെന്നും ആക്ഷേപം. മത്സര ട്രാക്കിൽ മലപ്പുറത്ത് കോൺഗ്രസും BJPയുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കുമെന്ന വിമർശനവുമായി VS. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ കൂട്ടുകെട്ടിനും മടിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ പ്രതാപകാലം തിരിച്ചുവരാൻ കഴിയാത്ത വിധം തകർന്നു പോയെന്നും VS അച്യുതാനന്ദൻ. കേരളത്തിലെ KPCCക്ക് തലയില്ലാതായെന്ന് കോടിയേരി. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ BJPക്കും RSSനും ബദലായി ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തലകുനിച്ച് കേരളം. കുണ്ടറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ മുത്തച്ഛൻ അറസ്റ്റിൽ. മരിച്ച 10 വയസ്സുകാരിയെ ഇയാൾ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം. കേസിൽ നിർണായകമായത് പെൺകുട്ടിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി. 4 ദിവസമായി കസ്റ്റഡിയിൽ കഴിയുന്ന വിക്ടറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. മരണത്തിൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടെന്ന് നേരത്തെ സൂചന ലഭിച്ചിരുന്നെങ്കിലും പ്രതിയെ കണ്ടെത്താൻ വൈകിയത് അന്വേഷണവുമായി സഹകരിക്കാത്ത കുടുംബത്തിന്റെ നിലപാട്. മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് അമ്മയും മുത്തച്ഛനും ഉൾപ്പെടെയുള്ളവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനും തീരുമാനിച്ചിരുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയെ വീട്ടിലെ ജനൽക്കമ്പിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ജനുവരി 15-ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല. ഇതേ തുടർന്നുണ്ടായ പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കേസ് പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ജയം റാഞ്ചാൻ ഇന്ത്യ. ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയം തേടി ഇന്ത്യ. 9 വിക്കറ്റിന് 603 റൺസ് എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത ഇന്ത്യക്ക് 152 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന് 23 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടം. സമനിലയിലേക്ക് എത്തിയ മത്സരത്തിൽ ഇന്ത്യക്ക് ജയസാധ്യത കൈവന്നത് ചേതേശ്വർ പൂജാരയുടെ ഇരട്ട സെഞ്ചുറിയോടെ. 117 റൺസ് എടുത്ത വൃദ്ധിമാൻ സാഹയ്ക്കൊപ്പം 7ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ പിറന്നത് 199 റൺസ്. 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓരോ ജയത്തോടെ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ. പവൻ 21,600 രൂപ. വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.